ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംതിട്ടയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശും മാളവികയും കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ നാഗേന്ദ്രൻ്റെ കാറ് ഫ്രണ്ടിലും ഉണ്ട്. അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ, അവനെ പെട്ടെന്ന് തന്നെ പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഒരു സ്പീഡിൽ വണ്ടി ഓടിക്കുക. ഈ സമയം തന്നെ നാഗേന്ദ്രന് പാഞ്ഞു പോവുക. നാഗേന്ദ്രൻ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ആദർശിൻ്റെ വണ്ടി തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഈ നാഗേന്ദ്രന് മനസ്സിലായി. നാഗേന്ദ്രൻ വെച്ചടിച്ചു പോകുക. പക്ഷേ നമ്മുടെ ആദർശ് വിടുവോ? ആദർശും ഭയങ്കര സ്പീഡിൽ വിട്ടിട്ട് നേരെ ഈ നാഗേന്ദ്രൻ്റെ കാറിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തുകയാണ്. നാഗേന്ദ്രനാണെങ്കിൽ പേടിച്ച് വരച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ മാളവികയും അതേപോലെ തന്നെ ആദർശും കൂടി വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഈ ആദർശ് ഓടിച്ചെന്ന് ആ ഡോറങ്ങോട്ട് തുറന്നിട്ട് ഈ നാഗേന്ദ്രനെ വലിച്ച് പുറത്തിറക്കുകയാണ്. എടാ, നീ ആയിരുന്നല്ലേ അപ്പം ഇതിന് പിന്നിൽ? എനിക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നടാ, നിന്നെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയതാ. പക്ഷേ അതൊന്നും കൂടി ഒന്ന് തരപ്പെടുത്തണമായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കളി കളിച്ചത് എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രന് കാലി വരികയാണ്. വിടറാ, എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? എൻ്റെ ഇളയച്ചനാണല്ലോ, ഇളയച്ചൻ. പക്ഷേ നിങ്ങളാണ് എൻ്റെ ഇളയച്ചൻ എന്ന് പറയാൻ വേണ്ടി ഇപ്പം എനിക്ക് നാണക്കേടാടോ. എൻ്റെ കുടുംബത്തെ മുഴുവൻ ചതിച്ചിട്ട് നീ കടന്നു കളഞ്ഞല്ലേ? നിന്റെ കുടുംബത്തെ മുഴുവൻ ചതിച്ചിട്ട് കടന്നു കളഞ്ഞെന്നോ? എടാ ആദർശേ, നിന്റെ മുത്തശ്ശനാ ഒരു തെറ്റിദ്ധാരണയുടെ മൂലം എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയത്. അതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മുത്തശ്ശന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരണില്ലടോ. താൻ തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ മുത്തശ്ശൻ തന്നെ അടിച്ച് പുറത്താക്കിയത്. അതിന് എനിക്ക് യാതൊരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ അങ്ങനെയൊക്കെ പറയും, പക്ഷേ പകരം വീട്ടാൻ വേണ്ടി തന്നെയാടാ ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നത്. അല്ല, തൻ്റെ മോനെക്കുറിച്ച് തനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. തൻ്റെ മോനെ ഒരു പെണ്ണിൻ്റെ ജീവിതം വഴിയാതൊരുക്കി അവൾക്കൊരു കുഞ്ഞും ഉണ്ടാക്കി. ആ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസം. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആ കുഞ്ഞ് സ്വന്തം അമ്മയുടെ അടുത്ത്. അതെ, തൻ്റെ അഭിമോൻ്റെ സ്വന്തം രക്തം തന്നെയാ. എന്നിട്ട് അവൻ എല്ലാ കുറ്റവും എൻ്റെ തലയിലേക്കാണ് ചാർത്തി തന്നത്. അതൊന്നും തനിക്കറിയാവോ? ഇത് കേട്ട മാളവികയാണെങ്കിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. തൻ്റെ മോനെ എന്നെയും കൂട്ടിക്കൊണ്ടൊരു ഹോട്ടൽ റൂമിലേക്ക് പോയി. അവിടെ വെച്ച് എന്നോട് അനാവശ്യമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിച്ചു. അവനെ അടിച്ച് തകർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് രക്ഷപ്പെട്ട് ഓടി വന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദർശം, അല്ല തനിക്കിനി എത്ര മക്കളും എത്ര ഭാര്യമാരും ഉണ്ടോ? ഇത്രയും വർഷക്കാലം താൻ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നല്ലോ. അതിനിടയിൽ താൻ ആരെങ്കിലും കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ അവർക്ക് എത്ര മക്കളുണ്ടോ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. നിർത്തടാ, അനാവശ്യം പറയാൻ നിൽക്കരുത്. എടാ, എനിക്കൊരു ഭാര്യയും അതിൽ 2 പിള്ളേരും മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷക്കാലം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിലേ ഒറ്റയ്ക്ക് തന്നെയാ. എൻ്റെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ കയറി വന്നിട്ടില്ല. എൻ്റെ ഭാര്യയായ ജലജയും എൻ്റെ മക്കളായ അഭിയും അതേപോലെ തന്നെ അവന്തികയും മാത്രമുള്ള എനിക്ക്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയത് പറയാണ്. നാഗേന്ദ്ര, താൻ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. എൻ്റെ ചെറുതിലെ തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ? ഇപ്പോഴും തൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലേ? ഇനിയും മൂർത്തീസ് കമ്പനി കയറി താൻ കളിക്കാൻ നിൽക്കരുത്. കളിച്ചു കഴിഞ്ഞാൽ തന്നെ കളി ഞാൻ പഠിപ്പിക്കും. എൻ്റെ സ്വഭാവം തനിക്കറിയാലോ. ഇനിയും മേലാൽ ആ വശത്തേക്ക് പോലും വന്നു പോകരുത്. വന്നെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രനിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നേരെ ആദർശവും മാളവികയും കൂടി വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശാണെങ്കിൽ എനിക്ക് മുത്തശ്ശനെ വിളിക്കണം, എത്രയും പെട്ടെന്ന് മുത്തശ്ശനെ വിളിക്കണം. മുത്തശ്ശൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ കാത്തിരുന്നത്. മുത്തശ്ശൻ്റെ യഥാർത്ഥ ശത്രുവിനെ ഞാൻ പിടിച്ചെന്ന് മുത്തശ്ശൻ്റെ ചെവിയിലേക്ക് എനിക്ക് എത്തിക്കണം. അങ്ങനെയെങ്കിലും എന്നോടുള്ള പിണക്കം മുത്തശ്ശന് മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ വിളിച്ചാൽ ഫോൺ എടുക്കുമെന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നേരെ മുത്തശ്ശൻ്റെ ഫോണിലേക്ക് വിളിക്കുക. ഈ സമയം തന്നെ മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദർശിൻ്റെ കോൾ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴും മുത്തശ്ശന് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അപ്പം മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ അടിക്കുന്നത് കണ്ടില്ലേ? ആദർശ് മോനാണല്ലോ വിളിക്കുന്നത് അന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഫോൺ എടുത്തിട്ട് മോനെ ആദർശേ, മുത്തശ്ശനടുത്തുണ്ടോ? ഉണ്ടല്ലോ മോനെ. എന്നാ മുത്തശ്ശൻ്റെ കയ്യിലേക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ? എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ്. ഇദ്ദേഹത്തോട് ആദർശന് സംസാരിക്കണമെന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്താ ഇത്രയും സംസാരിക്കാനുള്ളത്? എനിക്കൊന്നും സംസാരിക്കാൻ വേണ്ട, കാണാൻ വേണ്ട, കേൾക്കാൻ വേണ്ട എന്ന് മുത്തശ്ശൻ പറയാണ്. മുത്തശ്ശൻ്റെ കൊടുക്ക് മുത്തശ്ശൻ ഈ ഫോൺ മേടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി വരുവേ.
അതുറപ്പുള്ള കാര്യം തന്നെയാണ്. ദേ മോൻ പറഞ്ഞു കേട്ടോ, ഇദ്ദേഹം സംസാരിച്ചില്ലെങ്കിൽ ആദർശ് ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശൻ കോള് മേടിക്കുകയാണ്. എന്താ, എന്തിനു വേണ്ടിയാണ് വിളിച്ചത് എന്ന് ഈ മുത്തശ്ശൻ ചോദിക്കാം. മുത്തശ്ശൻ പറഞ്ഞ ജോലികളെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. മൂർത്തീസ് കമ്പനിയുടെ യഥാർത്ഥ ശത്രുവിനെ ഞാൻ പിടികൂടി മുത്തശ്ശ. അത് മറ്റാരുമല്ല, എൻ്റെ ഇളയച്ചനായ നാഗേന്ദ്രൻ, അതായത് അഭിയുടെ അച്ഛൻ എന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആ ഒരു സൂചന എനിക്ക് കിട്ടിയതാണ് എന്ന് പറയാം. മുത്തശ്ശ, ഇപ്പം മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തില്ലേ മുത്തശ്ശ? ഇനി എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ കമ്പനി ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. യഥാർത്ഥ ശത്രുവിനെ ഞാൻ കണ്ടെത്തുകയും ചെയ്തു. ഇനി ഞാനാണ് കുറ്റവാളി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ നിൽക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പറയാ, അതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ മുത്തശ്ശ, ഇനി എന്താ മുത്തശ്ശൻ ഞാൻ ചെയ്തു തീർക്കാനുള്ളത്? ഇനിയുണ്ട് ചില കാര്യങ്ങളൊക്കെ നീ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്, ചില കാര്യങ്ങളൊക്കെ നീ അറിയാനും ഉണ്ട് എന്ന് പറയാണ്. എന്താ മുത്തശ്ശ, ഇനിയും എന്ത് കാര്യങ്ങളാണെന്ന് ചോദിച്ചപ്പോഴേക്കും അത് നീ വീട്ടിലേക്ക് ചെല്ല്, നിന്റെ ഭാര്യയോട് ചോദിക്കുക. നിന്റെ ഭാര്യ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയൂ. എന്താ മുത്തശ്ശ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ ചെല്ലാദ്യം, അതിനുശേഷം നിന്റെ ഭാര്യയോട് ചോദിക്കുന്നേ. നിന്റെ ഭാര്യ പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. അപ്പോൾ ആദർശിന് ഭയങ്കര ടെൻഷൻ. ഇതെന്താ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞത്? അപ്പോൾ മുത്തശ്ശി പറയണ, ഇദ്ദേഹത്തിന് ഇപ്പോൾ സന്തോഷമായില്ലേ? മോനോട് സംസാരിച്ചല്ലോ. തീർച്ചയായിട്ടും ആദർശ് ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എത്രമാത്രം സന്തോഷമായി എന്നറിയാവോ? ഇനി ആദർശിനെ കാണാൻ വേണ്ടി നമ്മളങ്ങോട്ട് ചെല്ലണ്ടേ? നമുക്ക് അങ്ങോട്ട് ചെല്ലണോ? പിന്നെ ചെല്ലണം. ചെന്നില്ലെങ്കിലേ അവൻ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരും. വരട്ടേന്നേ, അതിനെന്താ? അവരിനി ഇങ്ങോട്ട് തന്നെ വരാനുള്ളവരല്ലേ? വരാനുള്ളവർ തന്നെയാണ്. പക്ഷേ ഇനി പട്ടാഭിഷേകത്തിന്റെ സമയമല്ലേടോ. കാരണം അങ്ങനെ ആദർശിനെ ചുമ്മാ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനായിട്ട് പറ്റുമോ? കിരീടവും ചെങ്കോലൊക്കെ കൊടുത്തിട്ട് അവന് അതിഗംഭീരമായിട്ട് തന്നെ വേണ്ടേ ഇങ്ങോട്ട് ആനയിക്കാനായിട്ട്. അതിനുശേഷം MD കസാരയിൽ ആദർശ് മോനെ ഇരുത്തണം. എനിക്ക് അവൻ്റെ MD കസാരയിൽ ഇരിക്കണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് അനി ആ കസാരയിൽ ഇരിക്കുന്നത്. അനി ചേട്ടന് വേണ്ടി ഏത് കാര്യവും ചെയ്തു കൊടുക്കുമെന്നും പറയാണ്. ഇദ്ദേഹത്തിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അതേടോ, നമുക്ക് അങ്ങോട്ട് കാണാൻ പോകണം. ആദർശിനെ കാണാൻ പോയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അവൻ്റെ ആ ഒരു വരവ് ഇങ്ങനെ വരേണ്ടവനല്ല, അവൻ രാജകീയമായിട്ട് വരേണ്ടവൻ തന്നെയാണ് ഇങ്ങോട്ട് കയറി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ആദർശും അതേപോലെ തന്നെ മാളവികയും കൂടി വിട്ടടിച്ചിട്ട് നേരെ പോവാണ് നയനയെ കാണാനായിട്ട്. അപ്പം നയന അതേ പുറത്തേക്ക് ഇറങ്ങി. നയനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഇവർ രണ്ടുപേരും കയറി ആദർശയുടെ എന്തായി ആദർശയുടെ കാര്യങ്ങളൊക്കെ. ഞാനാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയായിരുന്നു. മാളവിയെ വിളിച്ചിട്ട് പോലും കിട്ടുന്നുമില്ല. എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും വഴിക്ക് വെച്ചേ ആ നാഗേന്ദ്രനെ പിടികൂടി. ഇതിനെല്ലാത്തിനും പിന്നില് അയാളായിരുന്നു, ആ നാഗേന്ദ്രൻ, എൻ്റെ ഇളയച്ചൻ. ഏട്ടൻ നയനൊന്ന് പേടിച്ച് നിൽക്കുക. അപ്പോഴേക്ക് മാളവിക പറയാണ്, അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി മാഡം. എന്നെ ആ അഭിയില്ലേ, അഭി എന്ന് പറഞ്ഞവൻ കൂട്ടിക്കൊണ്ടുപോയി. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അവൻ എന്നെ ഹോട്ടൽ മുറിയിലേക്ക് കയറ്റി. അവനെ എന്നോട് അനാവശ്യമായിട്ട് പെരുമാറി. അവനെ അടിച്ച് തകർത്ത് ഓടിപ്പോവായിരുന്നു ഞാൻ. ആ സമയത്ത് കുറേ ഗുണ്ടകൾ കയറി പിടിച്ച് എന്നെ ഗോഡൗണിലേക്ക് കൊണ്ടുപോയത്. കറക്റ്റ് സമയത്ത് ആദർശ് സാറ് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കഥ കട്ടപ്പുകയായിരുന്നേനു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മാളവിക പറയാണ്. എനിക്ക് കേട്ടിട്ടാകെ പേടി തോന്നുന്നു ആദർശേട്ടാ. ദൈവമേ, ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യമാണ്. അതൊക്കെ ഇരിക്കട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഓടിയെത്തിയത്. എന്താ ആദർശേട്ടാ? അപ്പോഴേക്ക് മാളവിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ പോണു സാർ എന്ന് പറയാം. അയ്യോ, വന്നിട്ട് അപ്പം തന്നെ ധൃതിക്ക് പോവാണോ എന്ന് നയനെ ചോദിക്കുകയാണ്. അതെ, എനിക്ക് പോകണം. ഇനിയിപ്പം ഞാനിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അല്ല മാളവികയെ, നിനക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല മാഡം. അവരെന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനായിട്ട്? അവർക്കൊരു പുല്ലും ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. ഇനിയും കാണാലോ മാഡം, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, ഞാൻ പോട്ടെ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് മാളവിക അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ആദർശേട്ട കയറി വാ. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു. അല്ല, ആദർശേട്ടൻ എന്താണ് എന്നോട് ചോദിക്കാനുണ്ടായിരുന്നെന്ന് പറഞ്ഞത്? എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കാം. അതായത് ഈ നാഗേന്ദ്രനെ ഞാൻ പിടിച്ചായിരുന്നല്ലോ, ആ സമയത്തെ അതിൻ്റെ സന്തോഷം പറയുകയാണെങ്കിൽ മുത്തശ്ശനെ വിളിച്ചായിരുന്നു.
മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. മുത്തശ്ശ, എൻ്റെ ഭാഗത്ത് ഇനി ഒരു തെറ്റുമില്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞ ജോലികളെല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് മുത്തശ്ശൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തീർന്നില്ല, ഇനിയുണ്ട് ചെയ്തു തീർക്കാൻ എന്ന് എന്നോട് പറയായിരുന്നു. ഞാൻ എന്താണ് മുത്തശ്ശി നീ ചെയ്തു തീർക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പോയി നിന്റെ ഭാര്യയോട് നീ ചോദിച്ചാൽ മതി, ഭാര്യ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറയുമെന്ന്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും അറിയാമായിരുന്നു നയനെ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ആദർശേട്ടാ, ആദർശേട്ടനോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം. അതിൻ്റെ പേരിൽ ആദർശേട്ടനോട് ഞാൻ മറച്ചു വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ആദർശേട്ടനോട് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. നമ്മൾ തമ്മിലുള്ളൊരു കരാറുണ്ട്. നമ്മൾ തമ്മിൽ ഇനി ഒരു കാര്യം മറച്ചു വെക്കില്ല എന്നും ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുമെന്നൊക്കെ എനിക്ക് വാഗ്ദാനം ചെയ്തവളാണ് നീയ. അതിനിടയിൽ എന്നെ മറച്ചു വെച്ച് അങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടും. ആദർശേട്ടാ, അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ നീ അധികം കാര്യം പറ. അല്ല, മുത്തശ്ശൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. മുത്തശ്ശൻ ആദർശേട്ടനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച് എന്തിനാണെന്നറിയാമോ? മുത്തശ്ശന് ആദർശേട്ടനോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ ആദർശേട്ടന് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് സഹിക്കാൻ പറ്റിയില്ല. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കൊച്ചുമോൻ ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ, ഇത്രയും ഇതിലേക്ക് താഴ്ന്നു പോവുകയാണല്ലോ എന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് വല്ലാത്തൊരു സങ്കടം തോന്നി. അങ്ങനെ ആദർശേട്ടനെ വാശി കയറ്റിച്ച് ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദർശന് ഭയങ്കര സന്തോഷവും ചിരിയൊക്കെ വരിക. അപ്പം മുത്തശ്ശന് തന്നോട് അത്രയും സ്നേഹമായിരുന്നല്ലേ. അതേ ആദർശേട്ടാ, മുത്തശ്ശന് ഇതുവരെയായിട്ടും ആദർശേട്ടൻ്റെ ഒരു വെറുപ്പും തോന്നിയിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആദർശേട്ടന് വേണ്ടി കൂട്ടു നിൽക്കുകയായിരുന്നു മുത്തശ്ശൻ. അപ്പം നായനെ, നിനക്ക് ഈ സത്യങ്ങളെല്ലാം നേരത്തെ അറിയാമായിരുന്നു? ഒരിക്കലുമില്ല ആദർശേട്ടാ. പക്ഷേ ഞാൻ കണ്ടെത്തിയതേ ഇത്. അന്ന് എൻ്റെ 3-ാം മാസത്തെ ചടങ്ങിന് വന്നില്ലേ, അപ്പോൾ മുത്തശ്ശി വീഡിയോ കോൾ വിളിച്ചത് ഓർക്കുന്നുണ്ടോ? ആ വീഡിയോ കോൾ വിളിച്ചതല്ലേ മുത്തശ്ശനെ ആയിരുന്നു. അതൊക്കെ ഞാൻ പതുങ്ങി നിന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ആദർശേട്ടാ. എന്നിട്ട് മുത്തശ്ശനോട് തന്നെ ചോദിച്ചു. ഒടുവിൽ മുത്തശ്ശനെ എന്നോട് സത്യങ്ങൾ പറയേണ്ടി വന്ന്. അമ്പലത്തിൽ വെച്ചാ മുത്തശ്ശൻ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നയന ആദർശനോട് തുറന്നു പറയുകയാണ്. ഇത് കേട്ട ആദർശന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്താ, എനിക്കപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാനേ തോന്നിയുള്ളൂ, മുത്തശ്ശനെ ധിക്കരിക്കാനായിട്ട് തോന്നിയില്ല. ആദർശേട്ടനോട് ഈ സത്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞായിരുന്നു. ശരി, ആയിക്കോട്ടെ. എൻ്റെ വാക്ക് തെറ്റിച്ചെങ്കിലും മുത്തശ്ശൻ്റെ വാക്ക് നീ പാലിച്ചല്ലോ, അതിന് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള അടിയിൽ ഞാനിപ്പോൾ വകവയ്ക്കുന്നില്ല. ആദർശേട്ടാ, നല്ലതിന് വേണ്ടിയല്ല ആദർശേട്ടാ ഇതെല്ലാം ചെയ്തത്. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നിങ്ങനെ പറയണം. ശരി, ആയിക്കോട്ടെ, എനിക്ക് ഏതായാലും സന്തോഷമായി. ഇനി ഏതായാലും എനിക്ക് മുത്തശ്ശിയും കാണാനായിട്ട് പോകണം. ആ വീട്ടിലേക്ക് നമുക്ക് പുറപ്പെട്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ പോകാൻ പോകുന്ന സമയത്ത് ദാ വരുന്നടാ മുത്തശ്ശിയുടെ കാറ്. അവർ രണ്ടുപേരും ഇറങ്ങുക. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുക. മുത്തശ്ശിനെ കണ്ടപ്പോൾ മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്. അതിനിടയിൽ സന്തോഷമുണ്ട്. എൻ്റെ പൊന്നും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും. ഏതായാലും മുത്തശ്ശൻ്റെ പിണക്കമൊക്കെ മാറിയല്ലോ. പിണക്കില്ലെന്നും എനിക്ക് മനസ്സിലായി. നയന എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു മുത്തശ്ശ. അതേടാ, അതിനെനിക്ക് നിന്നോട് പിണങ്ങിയിരിക്കാനായിട്ട് പറ്റുമോ? എനിക്ക് നിന്നെ നേർവഴിക്ക് നടത്തണമായിരുന്നു, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഓർക്കുന്നില്ലേ നിനക്ക് പണിഷ്മെന്റ് കിട്ടിയ കാര്യങ്ങളൊക്കെ? എന്തിനായിരുന്നു? അത് പിന്നെ കണക്ക് ചെയ്യാത്തത് കൊണ്ട്, കണക്കിന് പുറകോട്ടായതുകൊണ്ട്. നിങ്ങൾക്ക് മോൾക്കൊരു കാര്യം അറിയോ ഇങ്ങനെ മോളെ? ഈ കണക്കിന് 3 വീക്കായിരുന്നു. ഇവരോടൊക്കെ ഞാൻ എത്രയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അനിയെയും അബിയെയും ഒക്കെ ഞാൻ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർ വലിയ കാര്യമാക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവരൊക്കെ ഈ അബിയില്ലേ, എത്ര പഠിപ്പിച്ചാലും ഇതാവില്ല. എനിക്ക് ചീത്തപ്പേര് മാത്രമേ സ്കൂളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ ആദർശ് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം അവനെ കൊണ്ട് എനിക്ക് ചീത്തപ്പേര് കേൾപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ മനസ്സുകൊണ്ട് വിചാരിക്കും ഇനി ഞാൻ കാരണം മുത്തശ്ശനൊരു ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല എന്ന്. അങ്ങനെ അവൻ പഠിക്കും നന്നായിട്ട്. പക്ഷേ അതിനെ തുടർന്ന് ഇന്നേ വരെ അവൻ എനിക്കൊരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. അതേപോലെയാണ് ആദർശ് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഏതായാലും കാര്യങ്ങളെല്ലാം തീർന്നല്ലോ, നിങ്ങളേതായാലും കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇനി ആദർശിനോട് നല്ല മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട്. അത് ഇവിടെ വെച്ചല്ല, നിങ്ങൾ അമ്പലത്തിലേക്ക് വരണം. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ എനിക്ക് തീർപ്പാക്കാനും സംസാരിക്കാനും ഒക്കെ ഉണ്ട്. അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളു. മുത്തശ്ശിയെ
ഇനി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. പിന്നെ അല്ലാതെ ഇനി അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ. എന്താ അതുപോരെ? ആ അത് മതി മുത്തശ്ശ. ഇങ്ങനെ സന്തോഷത്തോടെ ആ ഒരു സീൻ കാണിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ. നമസ്കാരം. താങ്ക് യു. ബൈ.